ഓക്കെ, അപ്പോൾ നമുക്കിനി 15th പാറ്റേൺ നോക്കാം. ഇത് കുറച്ച് ടഫ് പാറ്റേൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, അതായത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമാണ്, ശരിക്കും ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ അറിയില്ലേ? അതായത് ഇതാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുക. അതായത് 5 റോസും 5 കോളുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യണ പ്രിൻറ്റിങ് കോഡാണിത്. അതായത് i=1 സ്റ്റാർട്ട് ചെയ്ത് i<= 5 വരെയും പോകണം, i++. പിന്നെ എന്താണ്, j=1 സ്റ്റാർട്ട് ചെയ്ത് j<= i ആയിരിക്കണം, കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഓക്കെ, j<= i, j++. അതിൻ്റെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുമ്പം എന്ത് വരും? 5 റോ 5 കോളുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അതിന് വരെ നമുക്കിവിടെ 1, പിന്നെ താഴത്ത് 2, 3, പിന്നെ 4, 5, 6 അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടെ അതായത് ഫോർ ലൂപ്പിന് മുകളിലായിട്ട് ഇൻറ്റ് a=1 എന്ന് കൊടുക്കണം. ഓക്കെ, a=1 എന്ന് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻറ്റ് a++ ചെയ്താൽ മതി. മനസ്സിലായി? ഇത് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ട്. അതായത് നമ്മൾ ഇൻറ്റ് a=1 എന്ന് കൊടുത്തു. നമുക്കിവിടെ നോക്കാം, ഇൻറ്റ് i=1, i<= 5 കണ്ടീഷൻ കറക്റ്റാണ്. എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, j=1, j<= i എന്താണ് ഇപ്പോൾ 1 ആണ്. അപ്പോൾ എന്താണ്, 1<= 1 കറക്റ്റാണ്. അപ്പോൾ എന്തായി? ആദ്യം a++ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ 1++ എന്ന് പറയുമ്പോൾ എന്താ, ആദ്യം 1 പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വാല്യൂ എന്താവും? 2 ആവും. 1 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ 2 ആകുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താണ്, a++ എന്ന് എഴുതിക്കണം. അപ്പോൾ a എന്താണ് ഇപ്പോൾ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? 1 ആയി. ഇപ്പോൾ a എന്ന് പറയുന്നത് 2 ആയി. ഇവിടെ എന്ന് പറഞ്ഞത് a എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആയി. ഓക്കെ, ഇപ്പോൾ എന്തായി? ഇവിടെ നിന്ന് എന്ത് ചെയ്യും? j++ ആവും. j++ ആകുമ്പോൾ എന്തായി? j എന്ന് പറയുന്നത് 2 ആയി. 2 ആകുമ്പോൾ കണ്ടീഷൻ തെറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്തായി? പ്രിൻ്റെല്ലാം ചെയ്യുമ്പോൾ കേഴ്സർ ഇങ്ങോട്ട് വരും, താഴത്തോട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് നേരെ i++ ആവും. i++ എന്ന് പറയുമ്പോൾ നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 2 ആയി. 2<= 5 കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായി? j=1 j=1, j<= i എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ എന്തായി? പ്രിൻ്റ് ചെയ്യും, a++ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്തായി? ഇപ്പോൾ a എന്താണ്? 2 ആണ്. അപ്പോൾ 2 പ്രിൻ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് എന്തായി? 2 എന്ന് പറയുന്നത് 3 ആയി. ഓക്കെ, അടുത്തെന്തായി? j++ലോട്ട് കയറും. j++ എന്തായി? അപ്പോൾ j 2 ആയിരുന്നു, 3 ആയി. ഓക്കെ, 3 അല്ല 2 ആയി. 2<= 2 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്തായി? a പ്രിൻ്റ് ചെയ്യും. a എന്താണ് ഇപ്പോൾ 3 ആയി. 3 ആകുമ്പോൾ എന്താ, ഇവിടെ 4 ആയി. a ശരിക്കും 4 ആയി. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന നേരത്ത് ഇവിടെ a++ ആയതുകൊണ്ട് 3 പ്രിൻ്റ് ചെയ്തിട്ട് 4 ആവും a എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്, അടുത്തത് j++ ആകുമ്പോൾ 3 ആയി j എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ തെറ്റും. അപ്പോൾ ഇവിടെ നേരെ സിസ്റ്റൻ്റോട്ടോ പ്രിൻ്ററിലോട്ട് വരും. ഇവിടെ നേരെ എന്ത് പറ്റും? i++ലോട്ട് പോകും. i++ എന്തായി? 3 ആയി. അപ്പോൾ 3<= 5 കണ്ടീഷൻ കറക്റ്റാണ്. j=1, അപ്പോൾ j=1ലോട്ട് പോകും. j1 എന്ന് പറയുന്നത് j<= 3 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? a++ പ്രിൻ്റ് ചെയ്യും. a++ എന്ന് പറയുന്നത് ഇപ്പോൾ a4 ആണ്. ഓക്കെ, 4 പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എന്താവും? മേളിൽ 5 ആവും. അങ്ങനെ എന്താവും? ഈ ലൈൻ ഫുള്ള് 6 ആവണ വരെയും പോവും. ഈ ലൈൻ 7, 8, 9, 10 അങ്ങനെ അടുത്ത 11, 12, 13, 14, 15 ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒന്നും കൂടി വേറെ വല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും കൂടി ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ താഴത്തെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അറിയിക്കാം. ഓക്കെ.